അസ്സലാമു അലൈക്കും. ഇന്ന് ഇറച്ചി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞതാണ് അതൊന്ന് ഈ പാനിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്ന് കളർ മാറിപ്പോവൊന്നും വേണ്ട. നമുക്കൊന്ന് ചെറുതായിട്ട് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു പിടി മല്ലിയില, 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെയും ഒരു പച്ചച്ചോയ മാറണ വരെ ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് ബീഫ് നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്താണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളൊരു 4 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് മൈദ, ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതും കൂടി മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുഴുവൻ മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാലയും നമ്മുടെ ഈ മുട്ടയുടെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മളൊരു പാന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്യാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു പഴയ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും, നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല.
ഇനി അപ്പുറത്തെ സൈഡും ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിതൊന്ന് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പോളകളൊക്കെ ഉണ്ടാക്കുന്ന ഇറച്ചി പോളയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. അത്രയൊന്നും പണിയില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സൂപ്പർ നമ്മളെ ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.